ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ അന്വേഷണത്തിന് 6 ആഴ്ച കൂടി ഹൈക്കോടതി സമയം അനുവദിച്ചു. കേസ് ഈ മാസം 19 വീണ്ടും പരിഗണിക്കും. അന്ന് SIT ഇടക്കാല റിപ്പോർട്ട് സമർപ്പിക്കും. അഹമ്മദ് മുജ്തബ വിശദാംശങ്ങൾ നൽകും. മുജ്തബ, അന്വേഷണത്തിന്റെ പുരോഗതിക്കിടെ ഇന്ന് ഹൈക്കോടതിയിൽ SIT എന്താണ് സമർപ്പിച്ചത്? കൂടുതൽ സമയം നീട്ടി നൽകിയിരിക്കുന്നു. എന്താണിന്ന് കോടതിയിൽ ഉണ്ടായത്? സൈഫുദ്ദീൻ, 1.5 മാസം കൂടി, അതായത് 6 ആഴ്ച കൂടി സമയം SITക്ക് ഇപ്പോൾ ഹൈക്കോടതി ദേവസ്വം ബെഞ്ച് സമയം അനുവദിച്ചിരിക്കുന്നു. സമയബന്ധിതമായി അന്വേഷണം പൂർത്തിയാക്കാനും അതോടൊപ്പം തന്നെ ആഴത്തിലുള്ള ഈ കേസ് അന്വേഷണത്തിലേക്ക് പോകാനും കുറ്റമറ്റ രീതിയിൽ അന്വേഷണം പൂർത്തിയാക്കാനുമാണ് ഇപ്പോൾ ഹൈക്കോടതി ഒരു 6 ആഴ്ച കൂടി സമയം അനുവദിച്ചിരിക്കുന്നത് എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കഴിഞ്ഞ ഡിസംബർ 3-നാണ് ഏറ്റവും ഒടുവിൽ ഇടക്കാല റിപ്പോർട്ട് ഹൈക്കോടതിയിൽ ഈ SIT സമർപ്പിച്ചത്. അതിനുശേഷം പിന്നീട് അവധിക്കാല ബെഞ്ച് മറ്റു ചില ഈ അന്വേഷണത്തിൽ കൂടുതൽ ഉദ്യോഗസ്ഥരെ ഉൾപ്പെടുത്തുന്നത് സംബന്ധിച്ച് ഉൾപ്പെടെയുള്ള നടപടിക്രമങ്ങളിലേക്ക് പോയി. 2 ഇൻസ്പെക്ടർമാരെ കൂടി ഈ സംഘത്തിൽ ഉൾപ്പെടുത്തി. അതിനർത്ഥം തന്നെ അതിൽ ഈ അധിക ജോലിഭാരവും കുറെ കൂടി ആഴത്തിൽ അന്വേഷണം മുന്നോട്ട് പോകുന്ന ഘട്ടവും ഒക്കെയാണ് അന്ന് അന്വേഷണ സംഘം കോടതിയെ ധരിപ്പിച്ചത്. അതനുസരിച്ച് 2 ഇൻസ്പെക്ടർമാരെ അന്ന് ആ സംഘത്തിൽ ഉൾപ്പെടുത്തുകയും ചെയ്തു. ഇപ്പോൾ അതുൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട ഘട്ടങ്ങളിലേക്ക് കേസ് അന്വേഷണം പോകുന്നു എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ഇന്ന് SIT ഇടക്കാല റിപ്പോർട്ടിനൊപ്പം കോടതി അറിയിച്ചത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ 1.5 ആഴ്ച സമയം അനുവദിച്ചിരിക്കുന്നത്. അടുത്ത 19-ാം തീയതി ഈ കേസ് വീണ്ടും ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. തൊട്ടടുത്ത ഇടക്കാല റിപ്പോർട്ട്, ഇതുവരെയുള്ള അന്വേഷണ പുരോഗതി സംബന്ധിച്ച് പുതിയ ഒരു റിപ്പോർട്ട് 19-ന് കോടതിയിൽ സമർപ്പിക്കുകയും ചെയ്തു. എന്തായാലും SIT ഉദ്യോഗസ്ഥർ ഇന്ന് കോടതിയിൽ ഹാജരായിരുന്നു. അടച്ചിട്ട കോടതി മുറിയിലായിരുന്നു നടപടിക്രമങ്ങൾ പുരോഗമിച്ചത്. എന്തായാലും അതിന്റെ വിശദമായ ഉത്തരവ് എന്തൊക്കെ രൂപത്തിലാണ് കാര്യങ്ങൾ പോയിട്ടുള്ളത്, അന്വേഷണത്തിൽ തൃപ്തിയുണ്ടോ എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇനി വൈകുന്നേരത്ത് ഹൈക്കോടതിയുടെ സൈറ്റിൽ പബ്ലിക് ഡൊമൈനിൽ ഇതിന്റെ ഉത്തരവിന്റെ വിശദാംശങ്ങൾ ലഭ്യമാകും. അന്നേരം കൂടുതൽ കാര്യങ്ങളും ഈ ഹൈക്കോടതി എന്താണ് ഇത് സംബന്ധിച്ചുള്ള ഒരു നീക്കുപോക്ക് സംബന്ധിച്ച് ഒരു സ്റ്റാൻഡ് എടുക്കുന്നത് എന്ന കാര്യം കൂടി വ്യക്തമാകും. എന്തായാലും പ്രധാനപ്പെട്ട ചില ചുവടുവെപ്പുകൾ അല്ലെങ്കിൽ അന്വേഷണവുമായി ബന്ധപ്പെട്ട കുറെ കൂടി ഏറ്റവും പുതിയ ഡെവലപ്മെന്റ് നടന്ന ഒരു മാസക്കാലം കൂടിയാണ് കടന്നു പോയിട്ടുള്ളത്. ആ ഒരു മാസക്കാലത്തെ അന്വേഷണവുമായി ബന്ധപ്പെട്ട നിർണായകമായ ചുവടുവെപ്പുകൾ SIT ഇന്ന് കോടതി അറിയിച്ചു. അതിൽ പ്രധാനപ്പെട്ട ചില ആൾക്കാരെ പ്രതി ചേർത്തു. മാത്രമല്ല, ചില ആളുകളെ കൂടുതൽ ചോദ്യം ചെയ്യേണ്ടതുണ്ട്. ചില ആൾക്കാർക്ക് കസ്റ്റഡി അപേക്ഷ നൽകിയിട്ടുണ്ട്. ഏറ്റവും പുതുതായി വന്ന ഈ വ്യാളി, അതോടൊപ്പം തന്നെ മറ്റു ചില ഭാഗങ്ങളിലെ കൂടി സ്വർണം കവർന്നത് ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ഇന്ന് കോടതിയെ അറിയിച്ചിട്ടുണ്ട്. അതനുസരിച്ച് കോടതി കൂടുതൽ സമയം അനുവദിക്കുകയും ചെയ്തിരിക്കുന്നു. സൈഫുദ്ദീൻ, തീർച്ചയായും അടച്ചിട്ട മുറിയിൽ എന്താണ് ഇന്ന് സംഭവിച്ചത് എന്നതിന്റെ വിശദമായ വിവരങ്ങൾ കിട്ടണമെങ്കിൽ വൈകുന്നേരം വരെ കാത്തിരിക്കണം. പക്ഷെ ഇപ്പോൾ നമുക്കറിയാവുന്ന കാര്യം, അന്വേഷണത്തിന് 6 ആഴ്ച കൂടി സമയം അനുവദിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. എന്ന് വെച്ചാൽ 1.5 മാസം കൂടി സമയം അനുവദിച്ചിരിക്കുന്നു. തുടക്കത്തിൽ തന്നെ 1.5 ആഴ്ച സമയമാണ് അനുവദിച്ചിരുന്നത്. അത് പിന്നീട് 2 തവണയായി നീട്ടി നൽകി. ഇപ്പോൾ 1.5 മാസം കൂടി സമയം അനുവദിച്ചിരിക്കുന്നു. വളരെ നിർണായകമായ അന്വേഷണം നടന്ന ഒരു ഘട്ടം കഴിഞ്ഞാണ് ഇപ്പോൾ അതിന്റെ പുരോഗതി SIT ദേവസ്വം ബെഞ്ചിന് സമർപ്പിച്ചത്. സമർപ്പിച്ച ഘട്ടത്തിൽ എന്തൊക്കെയാണ് കോടതിയിൽ നടന്നത് എന്നതിന്റെ വിശദാംശങ്ങളാണ് നമുക്ക് ലഭിക്കേണ്ടത്. മുജ്തബ തുടരുന്നുണ്ട്. മുജ്തബ, വൈകുന്നേരം വരെ കാത്തിരിക്കണമെങ്കിൽ കൂടിയും എന്ത് സൂചനകളൊക്കെ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. പ്രത്യേകിച്ച് നേരത്തെ മുജ്തബ സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞ കുറി ദേവസ്വം ബെഞ്ച് വിഷയം പരിഗണിച്ച സമയത്ത് എന്തുകൊണ്ടൊരു ആലസ്യം, എന്തുകൊണ്ടൊരു മെല്ലെപ്പോക്ക്, എന്തുകൊണ്ട് മുകളിലോട്ട് പോകുന്നില്ല, എന്തുകൊണ്ട് ശങ്കർദാസിനെയും വിജയകുമാറിനെയും ചോദ്യം ചെയ്യുന്നില്ല എന്ന ചോദ്യങ്ങളൊക്കെ കോടതി ചോദിച്ചിരുന്നു. വിജയകുമാറിനെ ചോദ്യം ചെയ്തു, കസ്റ്റഡിയിലെടുത്തു, അറസ്റ്റിലാണ്, ശരിയാണ്. പക്ഷേ ശങ്കർദാസിന്റെ കാര്യത്തിൽ ഇപ്പോഴും അദ്ദേഹത്തെ ചോദ്യം ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. അദ്ദേഹത്തിന്റെ പ്രായാധിക്യത്തിന്റെ അസുഖങ്ങളുടെയൊക്കെ പ്രശ്നമുണ്ട്. അദ്ദേഹത്തിന്റെ മുൻകൂർ ജാമ്യം ഈ സമയം കോടതിയിലുണ്ട്. അപ്പോൾ ഈ തൊണ്ടി മുതൽ ഇതുവരെ പിടികൂടാൻ കഴിഞ്ഞിട്ടില്ല. അവിടുന്ന് വിഗ്രഹം അടക്കം മോഷണം പോയി എന്ന വിവരങ്ങളുണ്ട്. അതിനൊന്നും സ്ഥിരീകരണത്തിലേക്ക് എത്താൻ കഴിഞ്ഞിട്ടില്ല. പക്ഷേ ആ വിവരങ്ങളൊക്കെ ഇന്ന് സമർപ്പിച്ച റിപ്പോർട്ടിലുണ്ടോ എന്നും നമുക്കറിയില്ല. അതുകൊണ്ട് വൈകുന്നേരം വരെ നമ്മൾ കാത്തിരിക്കുന്നു. ഇന്ന് കോടതിയിൽ സംഭവിച്ചത് എന്തെല്ലാം എന്ന ചോദ്യത്തിന് എത്രമാത്രം നിർണായകമായ ഉത്തരങ്ങളായിരിക്കണം വൈകുന്നേരത്തോടെ പുറത്തിറങ്ങാൻ പോകുന്നത്? ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, കുറെ കൂടി ആഴത്തിൽ അന്വേഷണം പോകുന്ന ഘട്ടങ്ങളിലൂടെയാണ് ഇപ്പോൾ SIT കടന്നു പോകുന്നത്. പ്രത്യേകിച്ച് ചില ആരോപണങ്ങൾ, ഇതുമായി ബന്ധപ്പെട്ട് രാഷ്ട്രീയപരമായ ചില ആരോപണങ്ങൾ കുറെ അധികം പുറത്ത് ഈ അന്വേഷണത്തെ സ്വാധീനിക്കുന്ന തരത്തിലാണോ, അതല്ലെങ്കിൽ സർക്കാരിന്റെ ഒരു ഇടപെടൽ ഇതിനകത്തുണ്ടോ എന്ന് സംശയം ജനിപ്പിക്കുന്ന രൂപത്തിൽ പ്രതിപക്ഷം ഉൾപ്പെടെ ഉയർത്തിക്കഴിയുന്ന, അല്ലെങ്കിൽ അങ്ങനെ ആ രൂപത്തിൽ ആരോപണങ്ങൾ വരുന്ന ഒരു ഘട്ടം കൂടിയാണ്. സ്വാഭാവികമായും SIT അതിന്റെ സ്വതന്ത്രമായ ഒരു അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുന്നു എന്നൊരു കാര്യം കൃത്യമായി കോടതിയെ ധരിപ്പിക്കേണ്ട ബാധ്യത SITക്കുണ്ട്. ഏതെങ്കിലും തരത്തിൽ ഒരു സ്വാധീനത്തിന് വഴങ്ങിയോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ പുറത്തുനിന്നുള്ള ഇടപെടലുകൾക്ക് വിധേയപ്പെട്ടോ SIT തങ്ങളുടെ അന്വേഷണം കൊണ്ടുപോകരുത്
എന്ന് കൃത്യമായി തന്നെ ഹൈക്കോടതിയുടെ ഒരു താക്കീതുണ്ട്, മുന്നറിയിപ്പുണ്ട്. അതനുസരിച്ച് പോകേണ്ട വഴികളിലൂടെയെല്ലാം ഓരോ ദിവസവും കണ്ടെത്തുന്ന നിർണായകമായ കണ്ടെത്തലുകൾ അനുസരിച്ച് ഈ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോവുകയും അതിന്റെ വമ്പൻ സ്രാവുകൾ ഉൾപ്പെടെ ഉണ്ടെങ്കിൽ അവരെ ഉൾപ്പെടെ ചോദ്യം ചെയ്യുകയും നിർണായകമായ വിവരങ്ങൾ ലഭ്യമാക്കേണ്ടതിന്റെ ബാധ്യത SITക്ക് ഉണ്ട് എന്ന് കോടതി അർത്ഥശങ്കക്കിടയില്ലാത്ത രൂപത്തിൽ പറഞ്ഞു കഴിഞ്ഞതാണ്. അതിനർത്ഥം ഈ രൂപത്തിൽ ഏതെങ്കിലും തരത്തിൽ രാഷ്ട്രീയപരമായ ഇടപെടലുകൾ, പ്രത്യേകിച്ച് നമുക്കറിയാം മുൻ ദേവസ്വം മന്ത്രി ഉൾപ്പെടെ അദ്ദേഹത്തിന് മൊഴിയെടുത്തൊരു ഘട്ടം ഇപ്പോൾ സൈഫുദ്ദീൻ സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞ ഒരു മാസത്തെ ഇടവേളയിൽ ഉണ്ടായിട്ടുണ്ട്. അതുൾപ്പെടെയുള്ള കാര്യങ്ങൾ അവരുടെ മൊഴികളിൽ എന്താണ്, അത് ഏതെങ്കിലും തരത്തിൽ അന്വേഷണത്തെ സ്വാധീനിക്കുന്ന ലീഡിലേക്ക് കൊണ്ടെത്തിച്ചിട്ടുണ്ടോ എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ വളരെ പ്രധാനമാണ്. അത്തരം കാര്യങ്ങളിലേക്ക് കുറെ കൂടി വിശദമായി കടക്കേണ്ടതുണ്ട് എന്ന് SITക്ക് കൃത്യമായി തന്നെ ബോധ്യമുണ്ട്. അത്തരം വിഷയങ്ങളാണെന്ന് കോടതിയെ അറിയിച്ചിട്ടുള്ളത്. പ്രത്യേകിച്ച് പ്രധാനപ്പെട്ട ആളുകളിലേക്ക് അന്വേഷണം പോകുന്നു. അതിന് ശേഷമാണ് പിന്നീട് ശബരിമലയിൽ നിന്ന് സൂചിപ്പിച്ചതുപോലെ നമ്മുടെ മുന്നിൽ ഇപ്പോൾ ഊഹങ്ങൾ മാത്രമേ ഉള്ളൂ. ഒന്നര മാസം കൂടി സമയം അനുവദിച്ചത് കൊണ്ടതാ ഞങ്ങൾ നിർണായകമായ ഒരു സ്റ്റെപ്പിൽ എത്തി നിൽക്കുന്നു. ഇനിയിപ്പോൾ കുറച്ചു സമയം കൂടി വേണം എന്ന് SIT ആവശ്യപ്പെടുകയും അത് പൂർണ്ണമായി വിശ്വാസത്തിലെടുക്കുകയും ചെയ്തതിന്റെ അടിസ്ഥാനത്തിലായിരിക്കണം മറ്റു പ്രതികരണങ്ങളൊന്നുമില്ലാതെ ഒരു 1.5 ആഴ്ചത്തെ സമയം കൂടി ഇപ്പോൾ നീട്ടി നൽകിയിരിക്കുന്നത്.